കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലും ചില വാർത്താ പോർട്ടലുകളിലും പാകിസ്ഥാനിലെ കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രം ഇന്ത്യൻ സൈന്യം തകർത്തുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കിരാന ഹിൽസ് പ്രദേശത്തുള്ള ആണവായുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചെന്നും ഇത് ആണവ ചോർച്ചയ്ക്ക് വഴിവെച്ചെന്നുമായിരുന്നു പ്രചാരണം. എന്നാൽ ഈ വാർത്തകളെല്ലാം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലുമുള്ള വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സംഭവം മേഖലയിലെ സംഘർഷാവസ്ഥയെക്കുറിച്ചും ഇന്ത്യ പാക് ബന്ധങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏകദേശം 68 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കിരാന കുന്നുകൾ ഉറപ്പുള്ള തുരങ്കങ്ങളും നിരവധി രഹസ്യപ്രവേശന പോയിന്റുകളുമുള്ള ഒരു തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ഈ തുരങ്കങ്ങളിൽ ആണവ പോർമുനകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് വളരെ കാലമായി വിശ്വസിക്കപ്പെടുന്നു. പാകിസ്ഥാന്റെ ആണവായുധ ഉൽപാദന കേന്ദ്രവും ആണവായുധ ശേഖരണ കേന്ദ്രവുമാണ് കിരാന കുന്നുകൾ. പാകിസ്ഥാനിലെ പഞ്ചാബിലെ സർഗോദ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തവിട്ടു നിറത്തിലുള്ള ഭൂപ്രകൃതി കാരണം പ്രാദേശികമായി കറുത്ത പർവ്വതനിരകൾ എന്നറിയപ്പെടുന്ന ഇത് റബ്വ ടൗൺഷിപ്പിനും മെട്രോപൊളിറ്റൻ നഗരമായ സർഗോദയ്ക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യ ആക്രമിച്ച സർഗോദ വ്യോമതാവളത്തിന് വെറും 8 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് കിരാന കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. സർഗോദയിലേക്ക് തുറക്കുന്ന എന്തെങ്കിലും നിർണായക സംവിധാനത്തിന് ആക്രമണത്തിൽ തകർച്ച സംഭവിക്കാമെന്ന അഭ്യൂഹമാണ് ആണവ ചോർച്ചയെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് പ്രധാന കാരണം. കിരാന കുന്നുകളിലെ ഭൂഗർഭ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പേരുകേട്ട ഉയർന്ന സുരക്ഷയുള്ള സൈനിക മേഖലയാണിത്. 39 കിലോമീറ്റർ ചുറ്റളവിനാൽ ചുറ്റപ്പെട്ട ഈ സൗകര്യം ബഹുതല പ്രതിരോധ സംവിധാനത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ സ്പെഷ്യൽ വർക്ക്സ് ഡെവലപ്മെന്റ് യൂണിറ്റ്, അതായത് സെൻസിറ്റീവ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം കുറഞ്ഞത് 10 ഫോർട്ടിഫൈഡ് തുരങ്കങ്ങളെങ്കിലും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഉയർന്ന ആഘാത സ്ഫോടനങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത കട്ടിയുള്ള മതിലുകളുള്ള റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്ഫോടന സാധ്യത കുറയ്ക്കുന്നതിനായി തെർമോ മെക്കാനിക്കലായി സംസ്കരിച്ച ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ശക്തിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ആധുനിക വ്യോമസേനയുടെ കൈവശം അത്തരം ഭൂഗർഭ നിലവറകളെ ലക്ഷ്യം വയ്ക്കാൻ കഴിവുള്ള ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ യുദ്ധോപകരണങ്ങൾ ഉണ്ടെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സൈറ്റിന്റെ രഹസ്യവും സുരക്ഷയും പാകിസ്ഥാൻ തന്ത്രപരമായ പ്രതിരോധത്തിന് കൂടുതൽ നിർണായകമാകുന്നു. കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ 26 പേരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് 2025 മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി. ഈ ആക്രമണത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചെങ്കിലും സൈനിക സിവിലിയൻ മേഖലകളിൽ നിന്ന് സൈന്യം അകലം പാലിച്ചുവെന്ന് ഇത് എടുത്തു കാണിച്ചു. എന്നിരുന്നാലും പ്രത്യാക്രമണത്തിനായി മോട്ടാർ ഷെല്ലുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സിവിലിയൻ മേഖലകളെ ആക്രമിച്ചു. ഈ പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന വ്യോമാക്രമണ കൃത്യത ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ 11 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് റഫീഖി, മുരീദ്, നൂർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, പശൂർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ നിർണായക വ്യോമതാവളങ്ങൾ ലക്ഷ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ സൈനിക സ്ഥാപനത്തിന്റെ ആസ്ഥാനമായ നാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഏറ്റവും പ്രധാനമാണ്. സംഘർഷം കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് സൂചിപ്പിക്കുക എന്നതായിരുന്നു നൂർഖാനിലും സർഗോദ വ്യോമതാവളത്തിലും നടത്തിയ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പാകിസ്ഥാനിലെ കിരാന കുന്നുകളിൽ മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട് പ്രശസ്ത ഉപഗ്രഹ ചിത്ര വിദഗ്ധനും ജിയോ ഇന്റലിജൻസ് ഗവേഷകനുമായ ഡാമിയൻ സൈമൺ രംഗത്ത് വന്നതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ഫലം ലഭിച്ചത്. 2025 ജൂണിൽ ഗൂഗിൾ എർത്തിൽ നിന്ന് ലഭിച്ച പുതിയ ചിത്രങ്ങളാണ് സൈമൺ എക്സിൽ പങ്കുവച്ചത്. 2025 മെയ് മാസത്തിൽ കിരാന കുന്നുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതമേറ്റ സ്ഥലത്തിന്റെയും ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം അറ്റകുറ്റപ്പണി നടത്തിയ സർഗോദ വ്യോമതാവളത്തിലെ റൺവേകളുടെയും ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിവേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനുള്ള പാക് നീക്കം ഈ വ്യോമതാവളം പാകിസ്ഥാന് തന്ത്രപ്രധാനമാണെന്നതിന്റെ സൂചന കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ചിത്രങ്ങൾ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായതായി സൂചന നൽകുന്നില്ലെന്നും ഡാമിയൻ സൈമൺ പറയുന്നു. ഈ ചിത്രവും മുൻ ചിത്രങ്ങളും ഭൂമിക്കടിയിൽ ആഘാതമേറ്റതിനോ മിസൈൽ തുളച്ചു കയറിയതിനോ സൂചന നൽകുന്നില്ല. ഇത് ഒരു കുന്നിന്റെ ഒരു വശം മാത്രമാണ്. അതിന്റെ സമീപത്തൊന്നും പ്രത്യേക മൂല്യമുള്ളതായി ഒന്നുമില്ല. ഇത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു മുന്നറിയിപ്പ് ആക്രമണമായിരിക്കാം. തുരങ്കങ്ങൾ തുടങ്ങിയവ കൂടുതൽ ദൂരെയാണ്. അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണുന്നില്ല എന്നുമാണ് എക്സ് ഉപഭോക്താവിന്റെ ചോദ്യത്തിന് ഡാമിയൻ സൈമൺ മറുപടി നൽകിയത്. കിരാന ഹിൽസ് പ്രദേശത്തുള്ള ആണവായുധ കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ആക്രമിച്ചെന്നും ആണവ ചോർച്ചയ്ക്ക് ഇത് വഴിവെച്ചെന്നും പ്രചരണങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി ഇതിനോട് പ്രതികരിച്ചിരുന്നു. നൂർഖാനിലും സർഗോദ വ്യോമതാവളത്തിലും നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം കിരാന കുന്നുകളിൽ ഇന്ത്യൻ വ്യോമസേന ഒരു സൂചനാക്രമണം നടത്തിയിരിക്കാമെന്നും പാകിസ്ഥാന് എല്ലാം അറിയാമെന്നും പാകിസ്ഥാനിൽ എവിടെയും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്ന് പാകിസ്ഥാനെ അറിയിക്കാൻ വേണ്ടിയാണെന്നും പരക്കെ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നിരുന്നാലും കിരാന കുന്നുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും എയർ മാർഷൽ AK ഭാരതി തള്ളിക്കളഞ്ഞു. ഇന്ത്യക്കെതിരെ തങ്ങളുടെ ആണവ പദവി മുതലെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കാറുണ്ട്.
ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയം പിന്തുടരുമ്പോൾ പാകിസ്ഥാന് അത്തരമൊരു പ്രഖ്യാപിത സംയമന നയമില്ല. ഇത് മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അഭ്യൂഹങ്ങൾക്കും നിഷേധങ്ങൾക്കുമിടയിൽ കിരാന കുന്നുകളിലെ സംഭവം ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ തീവ്രതയും സൈനിക നീക്കങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ആശങ്കാജനകമായ അവസ്ഥയിലാണെന്നും ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.